എന്നാലും നിങ്ങളൊന്ന് ഗെസ് ചെയ്ത് കമന്റ് എന്താ കണ്ട ഇതാണ് അവന്റെ കുണ്ടണി. Yo, what's going on guys? Spooks here. Welcome back to brand new vlog guys. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇപ്പോൾ ടൈം 3:41. ഈ ടൈം വരെ നമ്മൾ മാങ്ങ പറിക്കാൻ പോയിരുന്നു ഗൈസ്. ആക്ച്വലി കോമഡി ആയിട്ട് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറയുന്നത് മാങ്ങ പറിക്കാൻ പോയിരുന്നു രാവിലെ തൊട്ട് ഉച്ച വരെ. രാവിലെ തൊട്ട് ഇത്രയും ടൈം വരെ. അപ്പോൾ രാവിലെ കുറച്ച് ഇൻസിഡൻസ് നടന്നു ഗൈസ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ പോയി കണ്ടില്ലോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എത്രയും നോക്കിയോട്ടെ. ഓക്കെ 8:49 ഗൈസ്. അപ്പൊ ഞാൻ നേരെ മാങ്ങ പറിക്കാനായിട്ട് പോയാണ്. അച്ഛൻ നേരെ മുമ്പ് സൈക്കിളിൽ പോയി. അപ്പൊ ഞാൻ നേരെ മാങ്ങ പറിക്കാനായിട്ട് നേരെ ആ സ്ഥലത്തോട്ട് പോയാണ്. ആ സ്ഥലം ഏതെന്ന് എനിക്ക് എക്സാക്ട്ലി പേര് അറിഞ്ഞൂടെ ഗൈസ്. നമ്മളിവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അപ്പുറത്തുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങോട്ടാണ് പോകാം. ഞാൻ പോണേമ്മ അപ്പോഴും നമുക്ക് പോകാം. അപ്പൊ ഇതിനിടയ്ക്ക് ആദ്യം നമ്മളെ വിളിച്ചത് ആദ്യം എന്തിനാ വിളിച്ചേടാ? എന്തോ അവനോട് വരണമെന്ന് വെച്ചപ്പോൾ വരണം എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, എനിക്ക് ആദ്യം കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ഓക്കെ, അവിടുന്ന് ഒരു ആട്ടോ കിട്ടി. ആട്ടോയിൽ കയറി ഞാനും ആദ്യം കൂടെ ഇങ്ങനെ എന്റെ പുറകെ ആദ്യം ഫ്രണ്ടിൽ ഞാനായിട്ട് ഇങ്ങനെ നടന്നു വരേണ്ട കാര്യം. നമ്മളങ്ങനെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്തെത്തിരിക്കുകയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഹീര എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്താണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ പള്ളി കൈ. കുറച്ചുകൂടെ ഫ്രണ്ട് എത്തിയിട്ട് കാണിച്ചില്ല, കണ്ടില്ലേ? അതാണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി. യാ അപ്പൊ ഇനിയിപ്പോ അച്ഛൻ എവിടെയാണ് മാങ്ങ പറിക്കാൻ വേണ്ടി നിൽക്കണ സ്ഥലം എന്നുള്ളത് എനിക്ക് അറിഞ്ഞോളൂ. അത് ഇനി കണ്ടുപിടിക്കുന്നു. ഇനി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അച്ഛൻ ഇവിടെ നിൽക്കുകയായിരുന്നു, സൈക്കിൾ തോന്നിരിക്കണം ആ ഗേറ്റിന്റെ ബാഗിൽ. ഇതാണ് മാങ്ങ. ഏണി വെച്ചാണ് കയറുന്നത്. അതിന്റെ മണ്ടയിൽ അച്ഛൻ കയറും. അവരൊക്കെ പണ്ടേ മരത്തിൽ കയറുന്ന ആൾക്കാരായതുകൊണ്ട് അവരെ കൊണ്ട് പറ്റും. നീ കയറ്. ഓക്കെ, അപ്പൊ അതായത് കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോ പറിക്കുന്ന മാങ്ങ അത് ചാക്കിലോട്ടാക്കുക. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പണിയാണ്. എറുമ്പൊടി ഇങ്ങനെ പറിക്കണേ പിന്നെ ക്യാച്ച് പിടിക്കണ്ട തന്നെ. ആ എന്തിന് പറയണ സെറ്റായിരിക്കുന്നു. എന്റെ മണ്ടയ്ക്ക് ഒന്നും ഇതുണ്ടോ പറയല്. ഇത്രയും വലിയ നെറ്റില് ഒരു മാങ്ങ. ഇതാ ഞാൻ ചുമ്മാ പറഞ്ഞ നീ അതും കൂടെ റോട്ടിലൊന്നും പോണ്ട. എവിടെ? അത് വേണ്ട അത് കൊള്ളൂല. ഓ ഇതാ 3 എണ്ണം. എവിടെയാണ്? ഇതില്ലേ ചതഞ്ഞ മാങ്ങകള് സെപ്പറേറ്റ് മാറ്റി. മാങ്ങ പറയില്ല ആദ്യം ഒരു എക്സ്പേർട്ടാണ്. മാങ്ങ പറയും ചെളി കുത്തും. ഓക്കെ തറയിലിട്ടും ചതക്കലടാ. സെപ്പറേറ്റ് വെക്കാനാണോ? ഞാൻ മറിക്കടേ. എടേ നീ തോട്ട കാര്യം കൊടുക്കയില്ല. ഇല്ല ഞാൻ മറിക്കാം. ഇവിടെ നിക്കൂല എന്നാ പിടി വലിച്ചിട്. വീണ വീട്ട് അത്രേ ഉള്ളൂ. പൊക്കോ ഗായ്സ്. അപ്പൊ നമ്മള് പറിച്ച മാങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാങ്ങയാണ്. ആദ്യം തലയിൽ ഒന്ന് വീണില്ലെന്ന് പറഞ്ഞു. ചെറിയ ജസ്റ്റ് അത് വീഴേണ്ടതായിരുന്നു. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണോ അല്ലെ അവന്റെ തലയിൽ മാങ്ങ വീണ് കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കുന്ന കാണാൻ അല്ലേ? ഇത്രയും മാങ്ങ കുറച്ച് നേരത്തിന് ശേഷം ആദ്യം ഇവിടെ വേർത്ത് തോന്നിക്കുന്നു. ആ ഒരു സൈഡിൽ മാങ്ങ ഒതുങ്ങി വരുന്നു. ഞാൻ ഇവിടെ നിന്നിട്ട് ഈ മാങ്ങ ഇങ്ങനെ കാച്ചു പിടിച്ച് ഇവിടെ താഴെട്ടുണ്ട്. അങ്ങനെയാണ് ഇതാ ഇത്രയായോ. ആദ്യം ഇതോ കള്ളന്മാരെ പോലെ പതുങ്ങി ഓരോ മാങ്ങ ചവിട്ടി ചപ്പിച്ചേനെ. ഈ ഗേറ്റിൽ ഒരു പേര് എഴുതി വെച്ചു കണ്ടുപിടിക്കാൻ പറ്റും. നിന്റെ ഐക്യു നീ ലെവൽ കൂടുതലെന്നല്ലേ പറഞ്ഞു. വല്ല നടക്കുമെന്ന് അങ്ങനെ എവിടെ എനിക്കത് കണ്ടുപിടിക്കാനേ പാടായിരുന്നു. അപ്പൊ ഞാൻ നിന്നെ കൊണ്ട് കണ്ടുപിടിക്കും. എവിടെ? അപ്പുറത്ത് നോക്കിയാലും RR സ്റ്റീൽ. മാങ്ങ നമ്മള് ചാക്കിലോട്ട് പറക്കിയത് കണ്ടില്ലേ? ഇത്രയും മാങ്ങ എല്ലാം കൂടെ ഒരു ചാക്കിൽ നിൽക്കൂടെ? ഒരു ചാക്ക് മാങ്ങ അത്രയല്ലേ ഉള്ളൂ. നീ എന്റെ ആണ് കാണിച്ചില്ല, കണ്ടില്ലേ? നിറഞ്ഞു അടിപൊളി. ഇത്രയും ഞാൻ ക്യാച്ച് പിടിച്ച് വാങ്ങിയാണ്. മോളെ ഞാൻ താഴെ ഇട്ട് തരും. കണ്ടില്ലേ? എടാ തല്ല്. ഓ ആദ്യം അയക്കൂ. പോണു നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. കോച്ചിങ് അടിക്കുന്ന ആള് ചോദിക്കുന്നു. കോച്ചർ ഇവ ഒന്നും തിന്നില്ലെന്ന് കേട്ടോ വീട്ടിൽ നിന്ന്. എന്തിനാ ലേഹ്യോ എന്തിനാ തിന്നിട്ടാണോ വന്നത്? ആദ്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തല്ലിയതും കൊണ്ടുവന്ന് നിന്റെ ഇടയിലോട്ട് വരണുണ്ട്. എപ്പാ നല്ലത്? ഞാൻ എപ്പോന്ന് വെച്ചാൽ നീ കുറച്ചു മുമ്പ് കൊണ്ടുവന്നില്ലടാ. മരത്തിൽ കയറാൻ പ്ലാൻ ചെയ്യുന്ന ആദ്യം വെക്കേഷനായിട്ട് കൈയും കാലും ഓടിച്ച് വീട്ടിൽ കിടക്കാനാണ് പ്ലാന്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു സെക്ഷൻ നമ്മളെ കഴിയാറ്. ഇനി അടുത്തൊരു മാങ്ങ ഉണ്ട്. ഈ ഒരു മാങ്ങ ഉണ്ട് കണ്ടില്ലേ? അതുകൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മാങ്ങ പറിച്ചുകൊണ്ട് പോകണം. വ്ളോഗ് കംപ്ലീറ്റ് ആവും. നമുക്കൊരു കാര്യം ചെയ്യാം. കറയൊന്നുമില്ല നിനക്ക്. ഞാൻ അവിടെ നിന്ന് ബന്ധരായിരുന്നു കൊണ്ടുപോണി. നീ കയറൂല. ഇക്കിളിയാക്കി താഴെ തള്ളിയിടും. മറ്റേ ചില കുരങ്ങന്മാര് മരത്തിൽ കയറിയിട്ടേ ദിശ അറിയാൻ നിൽക്കുമല്ല, അതേപോലെ ഉണ്ട്. ചാടി വീഴും. ഇത്രയും പ്രമാദമായിട്ടുള്ള ഹൈറ്റിലാണ് ഇങ്ങനെ കണ്ടില്ലേ? പേടിയാണെങ്കിൽ ഇറങ്ങി. പൺപീസ് കണ്ടിട്ട് സോറോ ഫാനായിട്ടേ ഉള്ള ആളിന് പേടി. നില്ലേ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചോട്ടെ. നില്ലേ? ഹലോ
സംസാരിച്ചു. അവൻ മരത്തിൽ കയറിയിട്ട് ഫയർഫോഴ്സിനെ ബുക്ക് ചെയ്യണം. വേണ്ട, നീ വിളിക്കണ്ട. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അവസ്ഥ കാണിക്കും. രണ്ടാമത് ഒരു സെക്ഷൻ കൂടെ പറിച്ചായിരുന്നേ. അതാണ്ട് ഇത്രയും മാങ്ങ കൂടെ പറിച്ചു. അയ്യോ, ഇത്രയും ക്യാച്ച് പിടിച്ചതാ എന്റെ കയ്യിരിക്കുന്നൊക്കെയാണ്. അയ്യോ, ഒരു പരുവായി. ആദ്യം ഇതിനിടയ്ക്ക് ഒരു മാങ്ങ ക്യാച്ച് പിടിച്ചു. അത് തന്നെ ആദ്യം ഇതൊന്ന് ക്യാച്ച് പിടിക്കാൻ എടുത്തോടാ. നല്ല വിളഞ്ഞ മാങ്ങ. ചേട്ടാ മര്യാദക്ക് പോയി, മര്യാദക്ക് പോയി. ഇത്രയും അറിവുള്ള നീ നിൽക്കുമ്പോ ഞാൻ പിന്നെ ചെയ്യുന്നത് ശരിയാണോ? ആദ്യം ശരിയാണ്. ഇത് എത്ര മാങ്ങയുണ്ടെന്ന് ഗസ് ചെയ്യണോ അവർക്ക്? ഐഫോൺ. അയ്യോ പോടാ. നമ്മളിപ്പോ കുറച്ച് എത്ര മാങ്ങയുണ്ടെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തോ. ഈ ഒരു ചാക്കോടെ നിറയുമ്പോ നമ്മള് 2 ചാക്ക് മാങ്ങ ഇത്രയും ഞാൻ ക്യാച്ച് പിടിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു, ഈ ചാക്കോടെ ഇനി ഇത്രയും മാങ്ങ കൂടെ ഉണ്ട്. അതോടെ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിറയും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണ്ടോ കോട്ടക്കണം പോലെ ഇരിക്കണം. ഇത് കോട്ടക്കണല്ലേ ഇവിടെ? താളിയല്ല പോടാ, താളി മാങ്ങ എങ്ങനെയല്ല അതേ ഷേപ്പ് കോട്ടക്കുണം മാങ്ങ. എന്തൊരു മാങ്ങയുണ്ടോ ഇത്? വന്നിട്ട് കപ്പ മാങ്ങ. ഇത് വേറെ എന്തോ ഒരു മാങ്ങയാണ്. ഈ മാങ്ങയുടെ പേരറിയാന്നുള്ളവർ കമന്റ് കേട്ടോ. എനിക്ക് വലിയ പിടുത്തമില്ല. ഓ മൈ സീറ്റ് ആൻഡ് കോൺ ചെരുപ്പ്. ഇവിടെ ഇത് ഇറ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി കുറച്ച് ടൈം റെസ്റ്റ്. അതുകൊണ്ട് അപ്പുറത്ത് കടയിൽ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിച്ച് ഒന്ന് റിലാക്സ് അവിടെ. അയ്യോ, ഇത് ഇവിടുത്തെ താവു കമ്പനിയാണ്. താവുക്ക് അടുക്കി പറക്കി നിരത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, കപ്പപ്പഴമാണ് ഗൈസ്. ഓക്കെ, മധുരം കുടിക്കാൻ പോടാ. പഞ്ചാരന്റെ കുഴപ്പമില്ല, ശർക്കര കുടിച്ചു. എന്തോന്നുള്ളതാണ്? നാരങ്ങലോടാ. ഓക്കെ, ഗ്രീൻ കളർ. പുതിന ഇട്ടാന്ന് ഈ പച്ച കളർ സെറ്റ്. ഇഞ്ചി മതി. ഇതിന്റെ ആവശ്യം അവനോട്. ചെറുക്കൻ ഇപ്പോഴാണ് ഉയരി വീണ എന്ന് നമ്മളെ ട്രിവാൻഡ്രം ഭാഷയിൽ പറയും. ഇതാണ് എന്റെ കയ്യിൽ വെച്ചേ തുടങ്ങിയുള്ളൂ. അതാണ് ടിഷ്യൂ പേപ്പർ. അത് ശീലമായി പോയി. ടിഷ്യൂ പേപ്പർ എന്റെ ഷർട്ടാക്കിയ കറങ്ങി നടക്കണ പോവാം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ വ്ളോഗിന്റെ അവസാനം നമ്മൾ 2ാമത്തെ സെക്ഷനോടെ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പണി കഴിക്കും. ആദ്യം ശ്രദ്ധയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വയ്യ നോക്കാനാണ്. നിങ്ങളാണെങ്കിൽ നോക്കേട്ടാ. എന്തൊരു കപ്പയും കയറുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് മാവിൽ ഇതോ അച്ഛൻ കയറി പോവുകയാണ്. ആദ്യം ഇതാ ഇവിടെ നിന്ന് വീരവാദം അടിക്കില്ലേ. അപ്പോഴും അടുത്ത തോട്ടം എടുത്തോട്ട് കൈ. അതുകൊണ്ട് ഈ ഒരു തോട്ടം ഉണ്ടോ ഇന്തരടാ കണ്ട. ഇതാണ് അവന്റെ കുണ്ടണി. മരത്തിന്റെ മണ്ടയിൽ കയറി നിന്നിട്ട് താഴെ ഇറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ആദ്യം. ഇറങ്ങടാ, താഴെ ഇറങ്ങടാ. മതിലിന്റെ മണ്ടയിൽ ഒരു കാല്, മരത്തിന്റെ മണ്ടയിൽ ഒരു കാല്, പിന്നെ ഒരു കയറും. ഇറങ്ങി വീഴേ. മണ്ടയിലോട്ട് കയറി പവറില്ലായിരുന്നു. അതിന്റെ മുകളിലേക്കാണ് ആള് പുറകും. ഇറങ്ങാൻ പറ്റാതെ വായിക്കുന്നു. പയ്യ ഇറങ്ങിയ ഇതിലേ ഇറങ്ങിയ പിടിച്ചിറങ്ങിയ ഞാൻ പിടിച്ചോളാം. ഇറങ്ങി വാ, ഇറങ്ങി വാടാ. 108 വിളിച്ചിടാ. അതും വേണം. പിന്നെ നിന്നെ എടുത്തോണ്ട് പോകണ്ടേ. ഇറങ്ങിയ ചെറുക്കന്റെ കാര്യം. ഒരു മാങ്ങ പറിക്കാൻ വേണ്ടി മരത്തിൽ ഇത്ര ദൂരേ ഉള്ളൂ, ഇത്ര താഴെ ഉള്ളൂ. ഈ നീയാണോ നീ അങ്ങ് മരത്തിന്റെ മോളിൽ കയറി മാങ്ങ പറിക്കാതെ ഇറങ്ങിയ തൂങ്ങി ഇറങ്ങിയ. നീ കയറില്ല. നീ നൈസ് എക്സ്പീരിയൻസ് അല്ലേ ഇത്? ഗായ്സ്, ഇപ്പൊ 2ാമത്തെ മാവിൽ നമ്മൾ കുറച്ച് മാങ്ങ പറിച്ചു കാണിച്ചു തരാം. ഇത്രയും മാങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട്. അച്ഛൻ കണ്ട പറിക്കുന്ന ഈ സൈഡിൽ കുറച്ച് മാങ്ങ കൂടെ ഉണ്ട്. ഓ കേച്ചറാവി. ഓ 2 മാങ്ങ പിടിക്കാറായടാ. ഓക്കെ, നിന്റെ പേര് പറയടാ. അനന്ത്. ഏവൻ നമ്മുടെ സബ്സ്ക്രൈബറാണ്. എപ്പോഴും കണ്ട് പരിചയപ്പെട്ടാണ്. ഒരു ഹായ് പറ നമ്മളെല്ലാവരും. ഓക്കെ, ഇതൂടെ പറിച്ച് തീർന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിയും. ഇനി നേരെ പോയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യണം. ഇന്നത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കിടക്കുകയാണ്. പിന്നെ ഫുഡും കഴിക്കണം. എന്താണ് കുളിച്ചൊന്ന് സെറ്റ് ആവണം. എന്താണ് വേറെ മൊത്തം പൊടിയായിട്ടിരിക്കുക. ഓ ആദ്യം ഒരു രക്ഷയില്ലാതെ ക്യാച്ചുകൂടി. ഓ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ മനസ്സിലാക്കും. പ്രൊഫഷണലുടെ പ്രോ അന്യായ പ്രോ. ഓ വേദന അടിച്ചു തുടങ്ങി. ഞാനൊരു 10-500 വാങ്ങ പിടിച്ചതിന് കൈ വൈകിയതാ. നീരടിച്ചത് ഇതിലുണ്ട്. ഇതിലൊരു ചാക്കിലുണ്ട്. ഇതൊരു ചാക്ക് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചാക്ക്. പിന്നെ ഇതാ ഒന്ന് ഞാൻ പോണേ. നമ്മളിതെല്ലാം കംപ്ലീറ്റ് ആക്കി വന്നപ്പോ ഇതാ നല്ല മഴക്കുള്ളൂ. ഇതോ ആ സൈഡിൽ നിന്ന് ഇതരാണ് ജിമ്മ് വർക്കൗട്ട് തുടങ്ങി. ഫുൾ സൈക്കിൾ ചേരുന്നു. കേറ് സ്റ്റാൻഡ് ഇട്ട് കയറി ഇരുന്നത് വീഴോ. സ്റ്റാൻഡ് ഇട്ട് വെച്ചെടുക്കാം. ഇല്ലടാ, സ്റ്റാൻഡ് ഇട്ട് വെച്ചേരാ. ലോക്ക് ഇട്ട് ഫുൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതുകൊണ്ട് പേടിക്കും. നേരെ വീട്ടിലോട്ട് ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ആട്ടോയിൽ ഇതാ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കെട്ടി സെറ്റ് ആക്കി കണ്ടില്ല എല്ലാ ചേർത്ത്. അതോടെ പിടിച്ചിട്ടോ. കേറി പോടാ. ബ്ലോഗിൽ തന്നെ ഒരു കഴിയാ.
പോട്ടെ ടാറ്റ. ആദ്യം ഇത് ഭാഗത്ത് കയറി നമ്മള് മാങ്ങ കുറച്ച് തോട്ടയും കൊണ്ടാണ് പോകണം. അപ്പൊ ഇതിന് കയ്യിൽ വെച്ചോണ്ട് പോകണം. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ ഫൈനലി വീടെത്തി ഞാൻ കൈയും കാലും ഒക്കെ സെറ്റ് ആക്കി വേറെ വിഷയം വയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ പോയി ഫുഡ് ഇട്ട് സെറ്റ് ആക്കി കൊണ്ടുവന്നു. കാണിച്ചു തരാം. ഓക്കെ, നെത്തോലി മീനും ചക്ക മാങ്ങ ഒക്കെ എല്ലാം കൂടെ കുഴച്ച് നമുക്ക് കഴിക്കാം. നെത്തോലി മീനും ചക്ക അങ്ങോട്ട് എടുത്തൊന്ന് കുഴയ്ക്കാം. ഒരു പീസ് മാങ്ങയും കൂടെ വയ്ക്കാറുണ്ട്. അടിപൊളി. വൺസ് മോർ ചക്ക മീനും അവിടെ കുഴച്ചിട്ട് ഓക്കെ ഒരു പീസ് മാങ്ങയും കൂടെ. അപ്പോൾ അത് മൽഗോ വേണമെന്ന് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കുഴച്ച് ഉരുട്ടിയെടുക്കാം. അടിപൊളി കഴിച്ചു. പക്ഷെ ഒന്ന് പണ്ടാരടങ്ങിയിരിക്കണം. ഞാൻ അപ്പോൾ ഒന്ന് കഴിച്ചൊന്ന് സെറ്റായിട്ട് വരാൻ കഴിച്ചു. അയ്യോ, ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത് വെച്ചിരുന്ന വ്ളോഗായിരുന്നു. കഴിച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഔട്ട്രോ എടുത്തില്ലായിരുന്നു. പിന്നെ ഇതാ ഇപ്പോഴും ഒന്ന് ഔട്ട്രോ എടുക്കാന്ന് വെച്ചു. പിന്നെ അന്ന് നമ്മൾ കൊണ്ടുവന്ന മാങ്ങ ഭൂരിഭാഗം കടയിൽ കൊടുത്ത്, ബാക്കി ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ ആദ്യം കൊടുത്ത്, പിന്നെ കുറച്ച് നമ്മളും എടുത്ത്, പിന്നെ കുറച്ച് പഴുപ്പിക്കാനെടുത്ത്, കുറച്ച് അച്ചാറൊക്കെ ഇട്ട് തീർത്ത് കംപ്ലീറ്റ്ലി. ഓക്കെ, ഈ ആഴ്ച ഏകദേശം ഒതുങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 10,000 മാങ്ങ ഉണ്ടായിരുന്നതാണ് തോന്നുന്നത്. നിങ്ങളെ ഗസ് എന്താണെന്ന് താഴെ കമന്റ് ചെയ്തോ ഗൈസ്. കറക്റ്റ് ആണോ ഇല്ലേ നോക്കാമല്ലോ. എനിക്ക് പിടുത്തമില്ല. ഇതിനിടയിൽ കുറച്ച് ദിവസം ഡെയിലി വ്ളോഗിൽ ഗ്യാപ്പ് വന്നായിരുന്നു ഗൈസ്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ചെയ്ത് പോകും. എന്തായാലും ഒരു സ്പെസിഫിക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐ ഹോപ്പ്. പിന്നെന്താണ് വൺ ഐഡിയല്ലേ. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ഇട്ട് അടിച്ചു പിടിക്കും. ബെല്ലൈക്കനിലൂടെ കുതിക്കോ. പീസ്.